ഉഗ്രൻ എൻ്റെ മോനെ ഇത്രയും സൂപ്പറായിട്ടുള്ളത്. മോഹൻലാൽ ഞങ്ങളുടെ സ്വന്തം. പടം രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഇന്നലെ കണ്ടത് ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം വന്ന്. ഇന്ന് ഫിലിം ശരിക്കും എൻജോയ് ചെയ്യാൻ വന്ന്. വളരെ നല്ലൊരു പടമാണ്. ഒരു മാസവും ഇല്ല, ഹെലികോപ്റ്ററും ഇല്ല, വെടിയില്ല. പക്ഷേ ഇറ്റ് വാസ് എ ട്രൂ ലാലേട്ടൻ ഫാൻ മൊമെന്റ്. കുറേ നാളായിട്ട് മോഹൻലാലിൻ്റെ ഈ ഒരു തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിൽ കിട്ടി. ആഗ്രഹിച്ചതുപോലെ മോഹൻലാലിൻ്റെ തിരിച്ചു വരുവാണ്. ശേഷം ഇങ്ങനെ ഇങ്ങനെ മോഹൻലാലിനെ കണ്ടു, നമ്മൾ ലാലേട്ടനെ കണ്ടു. നല്ല അടിപൊളി സൂപ്പർ മൂവിയായിരുന്നു. എല്ലാ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, മോഹൻലാലിന് ഒരു ബാക്ക് ടു പഴയ ഇതിലിരുന്ന് കാണാം. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പുള്ളി ഒരു സ്റ്റണ്ടായിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല കൺവിൻസിങ് ആണ്. നല്ല സ്റ്റോറിയായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. വർത്ത് വാച്ചിങ്. ഇഷ്ടപ്പെട്ട മോഹൻലാൽ തന്നെ, ലാലേട്ടൻ തന്നെ. കോമഡീസും ആക്ഷൻസും കോമഡീസ് നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻസ് ആണ് മെയിൻ. പടം രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഇന്നലെ കണ്ടത് ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം വന്ന്. ഇന്ന് ഫിലിം ശരിക്കും എൻജോയ് ചെയ്യാൻ വന്ന്. ജീവന് ഭയങ്കര സിനിമ. ആഗ്രഹിച്ചൊരു മോഹൻലാൽ തന്നെ കാണാൻ പറ്റി. ഭയങ്കര ഇമോഷണൽ, കരച്ചിൽ കാരണം വയ്യ. എങ്ങനെയുണ്ട് സിനിമ? ഉഗ്രൻ എൻ്റെ മോനെ ഇത്രയും സൂപ്പറായിട്ടുള്ളത്. മോഹൻലാൽ ഞങ്ങളുടെ സ്വന്തം. ഇനി തിരുവല്ലയിൽ ചെന്ന് 2 പ്രാവശ്യം കാണും. തിരുവല്ലയിൽ ചെന്ന് 2 പ്രാവശ്യം കാണും. ഇന്നലെ കണ്ടായിരുന്നു, ഇന്നലെ കണ്ടായിരുന്നു സിനിമ. ഇന്നലെ ഇവര് കണ്ടു, ഇന്ന് എനിക്ക് വേണ്ടി. ഇനി തിരുവല്ലയിൽ ചെന്ന് പിന്നെ മോഹൻലാലിന്റെ കടപ്പുറയുള്ള തിയേറ്ററില്ലേ, നല്ല പടമാണ്. ഒരുപാട് നാളിന് ശേഷം വന്ന വളരെ നല്ലൊരു പടമാണ്. ഒരു മാസവും ഇല്ല, ഹെലികോപ്റ്ററും ഇല്ല, വെടിയില്ല. പക്ഷേ ഇറ്റ് വാസ് എ ട്രൂ ലാലേട്ടൻ ഫാൻ മൊമെന്റ്. So happy. ഇതാണ് പക്ക ഒരു കാത്തിരുന്ന മോഹൻലാൽ. So happy after a very long time. It was a very happy moment. ഒന്നുമില്ല, ലിറ്ററലി നത്തിങ്. ഒന്നും കാണിക്കണ്ട. എന്താണ് കാണിക്കേണ്ടതെന്ന് കാണിക്കാൻ ജസ്റ്റ് എ സിമ്പിൾ ഷോട്ട് വാസ് എനഫ്, എ സിമ്പിൾ കോസ്റ്റ്യൂം വാസ് എനഫ്, നത്തിങ് എൽസ് വാസ് ഇറ്റ് വാസ് എ ട്രൂ. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞിറങ്ങി വന്നൊരു പടമാണ്. വെരി ഹാപ്പി. എവറിത്തിങ് വാസ് പീക്ക് ബ്രോ. ആക്ച്വലി ഒരു ബിഗ് ബഡ്ജറ്റ് വേണ്ട, നത്തിങ് വാസ് ലൈക്ക്. ബാക്കിയൊന്നും കൊള്ളാമെന്നല്ല. ഒരുപാട് പേർക്ക് മേ ബി റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ലാലേട്ടനെ കാണാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. പക്ഷെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലാലേട്ടൻ വാസ്. എന്താ എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ടെന്ന സിനിമയിൽ? ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇന്നലെ കരഞ്ഞോ, 3 വട്ടം കരഞ്ഞു. പറയാനുണ്ട്. അടിപൊളി പടം സിനിമയാണ്. മോഹൻലാലിന്റെ ഓരോ സിനിമയും ഗംഭീരമാണ്. ഇത് അതിഗംഭീരം. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ നന്നായിട്ട് മോഹൻലാലിൻ്റെ തിരിച്ചു വരുവാണ്. നല്ല ഒരുപാട് കോടികൾ കളക്ട് ചെയ്യുന്ന പടമായിരിക്കും. അടിപൊളി പടം. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ മോഹൻലാലിൻ്റെ തിരിച്ചു വരുവാണ്. മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. സൂപ്പർ പടം. നല്ല പടം. മോഹൻലാൽ നല്ല നടിപ്പാണ്. മോഹൻലാലിൻ്റെ കൊള്ളായിരുന്നു. നല്ല സിനിമയാണ്. നല്ല സിനിമ. മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പഴയ മോഹൻലാലിനെ കാണുന്ന ആ ഒരു ഫീൽ. നല്ല പടം. പിന്നെ സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര കിടില മൂവി. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ ഭയങ്കര കിടില, അത് പിന്നെ പറയണ്ടല്ലോ. ശോഭനമായിട്ടുള്ളൊരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? പഴയ പടങ്ങളൊക്കെ പോലെ നമുക്ക് ഓർമ്മ വന്നു അങ്ങനെ കണ്ടപ്പോൾ, സ്ക്രീനിൽ വീണ്ടും അവരെ കണ്ടപ്പോൾ. മോഹൻലാൽ ശോഭന കോംബോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഭയങ്കര കിടില മൂവി, മസ്റ്റ് വാച്ച്. വില്ലൻ എങ്ങനെയുണ്ട്? തകർത്തോ? വില്ലൻ വെറുപ്പിച്ച്, അപ്പൊ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അല്ലെ, പുതുമുഖ നടനാണ്, ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളുടെ ആണ്. അതെനിക്ക് അറിയത്തില്ല. അടി കൊടുക്കാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നല്ല രീതിക്ക് നല്ലപോലെ വെറുപ്പിച്ച്. ഫൈറ്റൊക്കെ ഭയങ്കര കിടില. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര കിടില ഫൈറ്റ്. കഴിഞ്ഞിട്ട് ചാടി വരുന്ന ഒരു ഭാഗമൊക്കെ അല്ലേ? നന്നായിട്ട് വർക്കൗട്ടായി. കിട്ടില്ല മൂവി, എല്ലാവരും കണ്ടിരിക്കും. പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര കിട്ടിലായിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തു. കിട്ടില്ല, ഒന്നും പറയില്ല, വിഷയമായിട്ടുണ്ട്. കുറേ നാളായിട്ട് മോഹൻലാലിൻ്റെ ഈ ഒരു തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നല്ലതായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ മോഹൻലാലിനെ കണ്ടു, നമ്മൾ ലാലേട്ടനെ കണ്ടു. നമുക്കിങ്ങനെ കുറേ കൂടി കണക്ട് ചെയ്യാൻ പറ്റി. ബാക്കി ഈ അടുത്ത് വന്ന പടങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ലതായിരുന്നു. ലൈക്ക് ഒരു കംപ്ലീറ്റ് പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ ഒന്നും കണ്ടില്ല, നന്നായിട്ട് കേട്ട ഉടനെ വന്നതാണ്. സോ എനിക്കൊന്നും അറിയാതെ വന്നത്, അപ്പോൾ എല്ലാവരും ഒന്നും അറിയാതെ വന്ന് കാണുക. നൈസാണ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. പിന്നെ SFX നല്ല ഉണ്ടായിരുന്നു. മൊത്തം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവിയായിരുന്നു. പഴയ ഒരു മോഹൻലാലിൻ്റെ ഒരു ഇതായി
അടിപൊളിയായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവം ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കഥയുടെ ത്രെഡാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തരുൺ മൂർത്തി കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനാണ്. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ലാലേട്ടനെ നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിൽ കിട്ടി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കൊള്ളാം, സൂപ്പർ നല്ല ഇഷ്ടപ്പെട്ടു. അതെ, പഴയ ഒരു നടനെ തിരിച്ചു കിട്ടിയതുപോലെ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു തരത്തിലുള്ള ഒരു റിവെഞ്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോംബോ സീൻസൊക്കെ ആദ്യമൊക്കെ ഫസ്റ്റ് ഹാഫൊക്കെ ഫുൾ ഒരു ഫീൽ ഗുഡ് മൂവി ഇത് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര നമ്മൾ ത്രില്ലടിപ്പിച്ചിരുത്തും. അതുപോലെ തന്നെ ഫുൾ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ നമ്മൾ ഇരുത്തും. അങ്ങനെയാണ് പടം. കൊള്ളായിരുന്നു, നൈസ് പരിപാടി. എടുത്തു പറയാനൊന്നും കൊള്ളാം. നല്ല ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ബോറൊന്നും അടിച്ചില്ല. പിന്നെ പൊതുവെ അഭിനയമൊക്കെ അല്ലെങ്കിൽ എപ്പോഴും നന്നായിട്ട് തന്നെ. BGM എല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു. മോഹൻലാൽ ഇത് നല്ലോണം വെറൈറ്റി ആയിട്ട് പഴയതുപോലെ അല്ലേ കുറച്ചുകൂടി ഇതായിട്ടുണ്ടായിരുന്നു. സിനിമയെല്ലാം കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇമോഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വില്ലൻ സൂപ്പർ. അതെ, പുതുമുഖ നടമാണ്. പക്ഷേ സൂപ്പർ. വിഷയം പടം നല്ല പടമാണ്. അഭിനയം നൈസാണ്. പറയാനായിട്ട് മോഹൻലാലിൻ്റെ അഭിനയം തന്നെയാണ്.